നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടത് മർക്കോസ് 3:13 മുതൽ 19 വരെ ആയിരുന്നു. അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കുന്ന ഭാഗമാണ് നമ്മൾ വിശദീകരിച്ചത്. ഇനി അതിനുശേഷം വരുന്ന 20 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഒരു യൂണിറ്റായിട്ട് കാണാനായിട്ട് പോവുകയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 20 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. അത് ഏതാണ്ട് സമാനമായ ഒരാശയം വരുന്ന ഭാഗമാണ്. 3 സംഭവങ്ങളാണ് അവിടെ വിവരിക്കുന്നത്. പക്ഷേ ഈ 3 സംഭവങ്ങളുടെയും ആത്യന്തികമായ സന്ദേശം ഏതാണ്ട് ഒരേ ദിശയിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഭാഗം ഒരുമിച്ച് വേഗം കാണാൻ പോകുന്നത്. അനന്തരം അവനൊരു ഭവനത്തിൽ പ്രവേശിച്ചു. പത്രോസിൻ്റെ വീടാവണം അത്. ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടു പോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു. ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു, അവനെ ബെൽസെബൂൽ ആവേശിച്ചിരിക്കുന്നു. പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. അവൻ അവരെ അടുത്ത് വിളിച്ച് ഉപമകൾ വഴി അവരോട് പറഞ്ഞു, സാത്താന് എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കുകയില്ല, അന്തഛിദ്രമുള്ള ഭവനവും നിലനിൽക്കുകയില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി തലയുയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. അതവൻ്റെ അവസാനമായിരിക്കും. ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച് വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യമേ അവനെ ബന്ധിക്കണം. അതിനുശേഷമേ കവർച്ച നടത്താൻ കഴിയൂ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവനിങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ട് എന്ന് അവർ പറഞ്ഞതിനാലാണ്. അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്തു നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. ജനക്കൂട്ടം അവന് ചുറ്റും ഇരിക്കുകയായിരുന്നു. അവർ പറഞ്ഞു, നിൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും നിന്നെ കാണാൻ പുറത്തു നിൽക്കുന്നു. അവൻ ചോദിച്ചു, ആരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും? ചുറ്റുമിരിക്കുന്നവരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരങ്ങളും. ദൈവത്തിൻ്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. ഹല്ലേലൂയ. അപ്പം ഇത് ഏതാണ്ട് ഒരേ ആശയമാണ് ഇതിനകത്ത് വരുന്നത്. എന്താണത്? ഈ സാൻഡ്വിച്ച് പാസേജ് എന്ന് പറയുന്ന പാസേജുകളുണ്ട് സുവിശേഷങ്ങളിൽ. സാൻഡ്വിച്ച് പാസേജ് എന്ന് പറഞ്ഞാൽ, സാൻഡ്വിച്ച് എന്താണെന്ന് നമുക്കറിയാം. ഇപ്പോൾ 2 പീസ് ബ്രെഡ് എടുക്കുന്നു, അതിൻ്റെ നടുക്ക് എന്തെങ്കിലും ഫില്ലിങ് വെക്കുന്നു. അപ്പോൾ മുകളിലത്തെയും താഴത്തെയും ബ്രെഡ് ഒരുപോലെ ഇരിക്കുന്ന ബ്രെഡാണ്, ഇതിനിടയ്ക്ക് ഒരു ഫില്ലിങ്. അപ്പോൾ ഇതാണ് സാൻഡ്വിച്ച്. ഈ സാൻഡ്വിച്ച് പാസേജ് സുവിശേഷങ്ങളിലുണ്ട്. അതായത് ഒരേ ആശയം വരുന്ന 2 സംഭവങ്ങൾ മുകളിലും താഴെയും വെച്ചിട്ട് അതിനിടയ്ക്ക് ഒരു ഫില്ലിങ് വെക്കും. ഇത് 3 കൂടെ ഒരുമിച്ചെടുത്താലേ നമുക്കതിൻ്റെ അർത്ഥം മനസ്സിലാവും. അതാണ് സാൻഡ്വിച്ച് പാസേജ്. ഇതൊരു സാൻഡ്വിച്ച് പാസേജാണ്. എന്ന് വെച്ചാൽ ഈശോയുടെ സ്വന്തക്കാർ, വീട്ടുകാർ ഈശോയുടെ അടുത്തേക്ക് വരുന്നു. അത് ആദ്യവും വരുന്നുണ്ട്, അവസാനം വരും. നമ്മൾ ഈ ഭാഗത്ത്, ആദ്യ ഭാഗത്ത് അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു. ഇത് സാൻഡ്വിച്ചിൻ്റെ ആദ്യത്തെ പീസ് ബ്രെഡാണ്. 2ാമത്തെ പീസ് ബ്രെഡ് അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്ത് നിന്നുകൊണ്ട് അവനോട് ആളയച്ച് വിളിച്ചിട്ട് പറഞ്ഞു, അവനെ കാണാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. അത് സാൻഡ്വിച്ചിൻ്റെ 2ാമത്തെ പീസ് ബ്രെഡാണ്. ഇതിനിടയ്ക്ക് വേറൊരു ഫില്ലിംഗ് ഉണ്ട്. ആ ഫില്ലിംഗാണ് ഈ ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറയുന്നത് ഇവനെ ബെൽസെബൂൽ ആവേശിച്ചിരിക്കുകയാണ്. എന്താണ് ഇത് തമ്മിലുള്ള കണക്ഷൻ? അത് ഞാൻ പറഞ്ഞുതരാം. ഇത് 3 തമ്മിൽ കണക്ഷനുണ്ട്, നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഓരോന്നായിട്ട് എടുക്കാം നമുക്ക്. ഒന്നാമത്തേത്, അനന്തരം അവനൊരു ഭവനത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. അവൻ്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ടു പോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു. അപ്പോൾ ഇത് നടക്കുന്നത് കഫർനാമിലാണ്. ഈ സംഭവം നടക്കുന്നത് കഫർനാമിലാണ്. കഫർനാം ഈശോയുടെ 2nd ഹോമായിരുന്നു. ഈശോ നസറത്തിൽ നിന്ന് വിട്ട് പോരുന്നതിന് ശേഷം മിക്കവാറും പരസ്യ ജീവിതത്തിൽ ഈശോ ജീവിച്ചത് കഫർനാമിലാണ്. അപ്പോൾ ആ കഫർനാമിലെ പത്രോസിൻ്റെ വീടായിരുന്നിരിക്കണം ഈശോയുടെ 2ാമത്തെ വീട്.
അപ്പോൾ പരസ്യജീവിത കാലത്ത് ഈശോ നസറത്തിലേക്ക് വളരെ ചുരുക്കം സന്ദർഭങ്ങളിലേ പോയിട്ടുള്ളൂ. അവൻ ഒരിക്കൽ നസറത്തിലേക്ക് ചെന്നപ്പോൾ പ്രവാചകൻ സ്വന്തം ദേശത്ത് ബഹുമാനിക്കപ്പെടുന്നില്ല എന്നൊക്കെ പറയുന്ന ആ ഭാഗമൊക്കെ വരുന്നത് ഈശോ നസറത്തിലേക്ക് ഒരിക്കൽ പോകുമ്പോഴാണ്. പക്ഷേ അധികം നസറത്തിൽ കർത്താവ് പിന്നീട് നിന്നിട്ടില്ല. അപ്പോൾ ഇത് കഫർനാമിലെ പത്രോസിൻ്റെ വീട് ആകാനാണ് സാധ്യത. അപ്പോൾ ആ വീട്ടിലേക്ക് ജനങ്ങൾ ഇങ്ങനെ വന്നു കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടാണ് വാതിൽക്കൽ പോലും നിൽക്കാൻ സ്ഥലമില്ലാത്തതുപോലെ ആളുകൾ വന്നു കൂടിക്കൊണ്ടിരുന്നു. ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് സമയം കിട്ടിയില്ല, കഴിഞ്ഞില്ല. അപ്പോൾ ഈ സംഭവങ്ങളെല്ലാം അവൻ്റെ സ്വന്തക്കാർ കേട്ടു. സ്വന്തക്കാർ എവിടെയാണ്? കഫർനാമിലല്ല, നസറത്തിലാണ്. ഏതാണ്ട് 35 കിലോമീറ്റർ അകലെയാണിത്. 20 മൈൽ ദൂരമാണ് ഈ കഫർനാമും നസറത്തും തമ്മിൽ. അപ്പോൾ അത് 35 കിലോമീറ്റർ ദൂരെ കേട്ടു. ഇതിന് തൊട്ട് മുമ്പത്തെ ഭാഗത്ത് നമ്മൾ കണ്ടത് എന്താണ്? നോർത്തിൽ നിന്നും സൗത്തിൽ നിന്നും വെസ്റ്റിൽ നിന്നും ഈസ്റ്റിൽ നിന്നും ആളുകൾ അവനെ തേടി വരികയാണ്. അപ്പോൾ നസറത്തിൽ നിന്ന് വന്ന ആളുകൾ സ്വാഭാവികമായിട്ടും ഈശോയിലൂടെ നടക്കുന്ന കാര്യങ്ങൾ ചെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ പിശാചുകളെ ബഹിഷ്കരിക്കുന്നു, രോഗികൾ സുഖപ്പെടുന്നു, ഭക്ഷണമൊന്നും കഴിക്കാതെ ഇങ്ങനെ നടക്കുകയാണ്, അലഞ്ഞു നടക്കുകയാണ്. ഇതെല്ലാം കേട്ടിട്ട് സ്വാഭാവികമായിട്ടും അവർ ചിന്തിച്ചിട്ടുണ്ടാവും കർത്താവിന് മാനസിക നിലയിൽ എന്തോ കുഴപ്പം വന്നിട്ടുണ്ടാവും. മാത്രമല്ല, ഒരു 32 വയസ്സുള്ള ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാതെ നടക്കുന്നത് ആ സംസ്കാരത്തിൽ മാനസിക നില തെറ്റിയതിൻ്റെ ഒരു അടയാളമായിരുന്നു. സുബോധമുള്ളവരെല്ലാം കല്യാണം കഴിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കുടുംബക്കാരെന്ത് വിചാരിച്ചു? ഇവൻ മാനസിക നില തെറ്റി സുബോധമില്ലാതെ നടക്കുകയാണ്. അതുകൊണ്ട് അവർ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതിയാണ് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വരുന്നത്. കാരണം എന്താണ്? എല്ലാവരും ഇതിന് തൊട്ട് മുമ്പത്തെ ഭാഗത്ത് കണ്ടത് ഹെറോദേസ് പക്ഷക്കാരുമായിട്ട് പരിസേയർ കൂടിയാലോചന നടത്തി അവനെ എങ്ങനെ കൊല്ലണമെന്ന് ആലോചിച്ചു. അപ്പോൾ ഈശോ ഒരു ഡേഞ്ചറസ് സോണിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് സമയത്ത് അവൻ്റെ ജീവൻ അപായപ്പെടാൻ സാധ്യതയുണ്ടെന്ന് വീട്ടുകാർക്ക് മനസ്സിലായി. ഇപ്പോൾ വീട്ടുകാരെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് യോസേപ്പ് പിതാവ് ഇതിനോടകം മരിച്ചിട്ടുണ്ടാവും. പരിശുദ്ധ അമ്മ നിശ്ചയമായിട്ട് ഈ ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നിരിക്കണം. കാരണം അതാണ് തൊട്ടടുത്ത ഭാഗത്ത് അമ്മയും സഹോദരങ്ങളും വെളി വന്ന് നിൽക്കുന്നു പറയുന്നത്. അപ്പോൾ പിന്നെ ആരാണ് ഈ ബന്ധുക്കൾ? അപ്പോൾ അവൻ്റെ സഹോദരന്മാരും ചില കൈയെഴുത്ത് പ്രതികളിൽ സഹോദരിമാരും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രൊട്ടസ്റ്റൻ്റ് സഹോദരങ്ങൾ പറയാറുണ്ട് ഇത് ഈശോയുടെ ഓൺ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആയിരുന്നു എന്ന് പറയുന്ന വ്യാഖ്യാനങ്ങളുണ്ട്. അത് തെറ്റാണ്. കർത്താവ് ഈശോ മിശിഹായിക്ക് പരിശുദ്ധ മറിയത്തിൽ കർത്താവ് ഈശോ മിശിഹായിക്ക് മാതാവിൽ ജനിച്ച മറ്റ് സഹോദരങ്ങളുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കൃത്യമായ പ്രബോധനം. അപ്പോൾ ഇത് പിന്നെ ആരാണ്? ഇത് കസിൻസാണ്. നമ്മൾ കാണുന്നുണ്ട് യോസെ, യൂദ, ശിമയോൻ എന്നിവർ അവൻ്റെ സഹോദരന്മാരല്ലേ, അവൻ്റെ സഹോദരിമാർ നമ്മുടെ കൂടെ ഇല്ലേ എന്നൊക്കെ നസറത്തിൽ ഈശോ ചെല്ലുമ്പോൾ ആളുകൾ പറയും, നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഈശോയുടെ കസിൻസാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും യോസേപ്പ് പിതാവ് മരിച്ചു കഴിഞ്ഞപ്പോൾ യഹൂദന്മാരുടെ ഒരു പശ്ചാത്തലം അനുസരിച്ച് ഒരു ഇൻഡിവിജ്വൽ എന്ന് പറയുന്നൊരു യൂണിറ്റ് ഇല്ല, ഒരു ഫാമിലിയാണ് യൂണിറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഈശോയ്ക്ക് ഇങ്ങനെ വന്നു എന്ന് കേട്ട് കഴിയുമ്പോൾ അവൻ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വിടാതെ കുടുംബക്കാരെല്ലാം കൂടെ, ബന്ധുക്കളെല്ലാം കൂടി വരികയാണ്, പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വരികയാണ്. അപ്പം അങ്ങനെ വരുന്നത് അവരുടെ സ്നേഹം കൊണ്ടാണ് ഒന്ന്. രണ്ടാമതായിട്ട് അവർ കേൾക്കുന്ന എന്താണ്? ഇവൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുകയാണ്. പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് അവർ ചിന്തിച്ചു ചിലപ്പോൾ ഇവനെ പിശാച് ബാധിച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കും. മാനസിക രോഗവും പൈശാചിക ബാധയും ഒന്നാണെന്ന് വിചാരിച്ചിരുന്നൊരു കാലമാണത്. അപ്പോൾ അതുകൊണ്ട് മെൻ്റൽ ഇൽനെസ് വാസ് ഓൾവേസ് ഐഡൻറ്റിഫൈഡ് വിത്ത് പൊസഷൻ ഓഫ് ദ ഈവിൾ സ്പിരിറ്റ്. അപ്പോൾ സുബോധം നഷ്ടപ്പെട്ടു എന്ന് വീട്ടുകാർ ചിന്തിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പിശാച് ബാധിച്ചിട്ടുണ്ട് എന്നവർ ചിന്തിച്ചു. അതാണ് ഈ കണക്ഷൻ. താഴോട്ട് വരുമ്പോൾ നിയമജ്ഞരും ജെറുസലേമിൽ നിന്ന് വന്ന സ്ക്രൈബ്സൊക്കെ പറയാൻ പോകുന്നു ഇവനെ പിശാച് ബാധിച്ചിരിക്കുന്നു എന്നാണ്. അപ്പോൾ ആദ്യത്തെ സുവിശേഷ വേലയുടെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ പരിശുദ്ധ അമ്മയെ മാറ്റി നിർത്താം. സ്വാഭാവികമായിട്ടും പരിശുദ്ധ അമ്മ 100% ഈശോയെ വിശ്വസിക്കുകയും ഈശോയിലൂടെ നടക്കുന്ന ദൈവിക പ്രവൃത്തികളെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അവൻ്റെ സഹോദരന്മാരിൽ ആരും തന്നെ അവനിൽ വെളിപ്പെട്ട ഈ കൃപയെ മനസ്സിലാക്കിയവരല്ല. അപ്പം അതുകൊണ്ട് തന്നെ അവർ ഇവനെ പിശാച് ബാധിച്ചിട്ടുണ്ടാവും, സുബോധമില്ലാതെ നടക്കുകയാണ്, ആഹാരം പോലും കഴിക്കാതെ നടക്കുകയാണ്, അലഞ്ഞ് നടക്കുകയാണ് എന്ന് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു? പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നു. അതാണ് ആ പശ്ചാത്തലം. ഇത് കഴിയുമ്പോൾ അപ്പോൾ ഓൾറെഡി അവരവിടെ ഉണ്ട്. അപ്പോൾ ജെറുസലേമിൽ നിന്ന് വന്ന വാക്യം 22, ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഡിസ്കഷൻ ഉണ്ടായിട്ടുണ്ടാവും. എന്താണ്? ജെറുസലേമിൽ നിന്ന് കുറേ നിയമജ്ഞർ വന്നിരിക്കുകയാണ്. ജെറുസലേം എവിടെയാണ്? കിലോമീറ്ററുകൾക്കപ്പുറത്താണ്. ഇത് ഗലീലിയാണ്. അപ്പോൾ ഒരുപാട് 100-200 കിലോമീറ്റർ അപ്പുറത്താണ് ജെറുസലേം.
അവിടുന്ന് ആൾ വന്നിരിക്കുകയാണ്. എന്ത് കേട്ടിട്ടാണ്? ഇതാ ഇവിടെ ഒരാൾ അത്ഭുത പ്രവർത്തനം നടത്തുന്നു, ഒരാൾ രോഗികളെ സുഖപ്പെടുത്തുന്നു, ഒരാൾ പിശാചുകളെ ബഹിഷ്കരിക്കുന്നു, ഒരാൾ എന്തൊക്കെയോ പഠിപ്പിക്കുന്നു. ഇത് കേട്ടപ്പോൾ തങ്ങളുടെ മതത്തിന് അപകടകരമാവാൻ സാധ്യതയുള്ള എന്തോ ഒരു മഹാവിപത്ത് വന്നിരിക്കുന്നു എന്ന ധാരണയിൽ അവരെന്ത് ചെയ്തു? ഈ നാട്ടിലുള്ള പ്രമാണിമാർ, മതപണ്ഡിതന്മാർ, മത നേതാക്കന്മാർ സെൻട്രൽ ഓഫീസിലേക്ക് വിളിച്ചിട്ട് അവിടെ നാളെ കൊണ്ടുവന്നിരിക്കുകയാണ്. മനസ്സിലായല്ലോ? നമ്മുടെ ഒരു കോണ്ടക്സ്റ്റിൽ പറഞ്ഞാൽ ബിഷപ്പിനെ വിളിച്ച് പറഞ്ഞ് അരമന എന്നൊരു അന്വേഷണ സംഘം വന്നിരിക്കുകയാണ്. അതാണ് ഈ ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞർ. അപ്പോൾ അവർ കുറച്ചുകൂടെ പണ്ഡിതന്മാരാണ്, കുറച്ചുകൂടെ നിയമം അറിയാവുന്നവരാണ്, കുറച്ചുകൂടി ദൈവത്തോട് അടുത്ത ആളുകളാണ് എന്നാണ് വെയ്പ്പ്. അവർ വന്നിട്ട് അപ്പോൾ അവരിങ്ങനെ വന്ന് ഈ വീട്ടുമുറ്റത്ത് നിൽക്കുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ അതേ കുറേ ആളുകൾ നിൽക്കുന്നു. അവർ ചോദിക്കേണ്ടത് ഇതാരാ? അപ്പോൾ പറഞ്ഞത് അവൻ്റെ അമ്മയും സഹോദരന്മാരും സഹോദരിമാരും വീട്ടുകാരും കുടുംബക്കാരും എല്ലാം ആണ്. ഇവരെന്തിനാണ് വന്നത്? അതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് കണ്ടപ്പോൾ അവർക്ക് സങ്കടമായിട്ട് പിടിച്ചുകൊണ്ട് പോകാൻ വന്നതാണ്. ഉടനെ ഈ കോണ്ടക്സ്റ്റിലാണ് അവർ പറയുന്നത്, ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്, ഇത് അവനെ ബെൽസബൂൽ ആവേശിച്ചിരിക്കുകയാണ്. പണ്ഡിതന്മാരല്ലേ, അവസാന വാക്കാണ്. എന്താണ് ഇവിടെ നമുക്ക് ഒരു ലെസൺ? നാട്ടിലുള്ള മതനേതാക്കന്മാർക്ക് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായം പറയാനുള്ള കഴിവില്ലാത്തത് കൊണ്ടാണ് കൂടിയ ആളുകളെ വിളിച്ചു വരുത്തിയത്. കൂടിയ ആളുകൾ വന്നിട്ട് ഇവർ പറഞ്ഞതിനേക്കാൾ വലിയ അബദ്ധമാണ് പറയുന്നത്. അപ്പോൾ എനിക്കിത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ്. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൻ്റെ ഗ്രേഡ് അനുസരിച്ച് നമ്മുടെ ദൈവാനുഭവം കൂടണം. ചെമ്മാച്ചനേക്കാളും ദൈവാനുഭവം ഉണ്ടാവണം അച്ഛന്, അച്ഛനേക്കാളും ദൈവാനുഭവം ഉണ്ടാവണം മെത്രാന്, മെത്രാനേക്കാളും ദൈവാനുഭവം ഉണ്ടാവണം മാർപ്പാപ്പയ്ക്ക്. മോർ ദ ഡിഗ്രി മോർ ദ അനോയിൻറ്റിങ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? കൂടിയ ആളുകൾ വന്നിട്ട് തീരെ ലോക്കൽ അഭിപ്രായം പറയുകയാണ്. എന്ത് കണ്ടാലും പിശാചാന്ന് പറയാൻ പാണ്ഡിത്യം വേണമെന്നൊന്നുമില്ല. ഡിസേൺമെൻറ്റിനാണ് പാണ്ഡിത്യം വേണ്ടത്. അതായത് എന്ത് കണ്ടാലും, നമുക്ക് ദഹിക്കാത്ത എന്ത് കണ്ടാലും അത് പിശാചാന്ന് പറയാൻ, അത് എനി ഹൂ ക്യാൻ ക്രൂക്ക് ക്യാൻ ടെൽ ഇറ്റ്, ആർക്കും പറയാതെ. പക്ഷേ ഇവിടെ ഒരു ആധികാരികമായ അഭിപ്രായം പറയേണ്ടവർ ദൈവാനുഭവത്തിൽ നിന്ന് അകലെയാണ്. ശരിക്കും സാക്ഷാൽ ദൈവമാണ് ഇറങ്ങി വന്നിരിക്കുന്നത്. പക്ഷെ ആ ഡിസേണിങ് പറ്റുന്നില്ല. എന്തുകൊണ്ടെന്നറിയാമോ? നമ്മുടെ ഈ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി കൂടുന്നതിനനുസരിച്ച് ഒരു പ്രൈഡ് കൂടും. നമുക്ക് ബൗദ്ധിക ധൈഷണിക നിലവാരം വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടൊരു അഹന്ത ഉണ്ടാവും. ഈ അഹന്ത ഹൃദയം അടച്ചു കളയും, ദൈവത്തെ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, പൗലോസ് പറയുന്നത്, ഈ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ അവിടുന്ന് തിരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് മത്തായി 11 ഈശോ പറയുന്നത്, പിതാവേ, ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്ന് ഇത് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അപ്പോൾ നമ്മൾ ഒത്തിരി പണ്ഡിതന്മാരാവണം, അത് നല്ലതാണ്. പക്ഷേ നമ്മുടെ പാണ്ഡിത്യം കൂടുന്നതിനനുസരിച്ച് ദൈവാനുഭവം കൂടണം. ദൈവ ശുശ്രൂഷയിലുള്ള നമ്മുടെ മിനിസ്ട്രിയുടെ ഗ്രേഡ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഗോഡ് എക്സ്പീരിയൻസ് കൂടണം. അതാണ് ഇവിടെ നിന്നുള്ള ഒരു പ്രധാനപ്പെട്ട ലെസണാണത്. അപ്പോൾ അതുകൊണ്ട് ഒരു സാധാരണ വിശ്വാസിക്കുള്ള ദൈവാനുഭവം പോരാ പ്രെയർ ഗ്രൂപ്പ് ലീഡറിന്, പ്രെയർ ഗ്രൂപ്പ് ലീഡറിനുള്ള ദൈവാനുഭവം പോരാ പള്ളിയിലെ കപ്പിയാർക്കുള്ള ദൈവാനുഭവം പോരാ അച്ഛനുള്ള ദൈവാനുഭവം പോരാ ബിഷപ്പിന്. അപ്പോൾ ഇതാണ് കർത്താവിൻ്റെ ഒരു കാഴ്ചപ്പാടും കർത്താവ് ആഗ്രഹിക്കുന്നതും. ഓക്കെ, എന്തോ ആവട്ടെ. അപ്പോൾ ജെറുസലേമിൽ നിന്ന് വന്ന നിയമജ്ഞന്മാർ വന്നിട്ട് പറയുകയാണ്, അവനെ പിശാച് ആവേശിച്ചിരിക്കുകയാണ്. പിശാചുക്കളുടെ തലവനെ കൊണ്ടാണ് അവൻ പിശാചുക്കളെ പുറത്താക്കുന്നത്. അവൻ അവരെ അടുത്ത് വിളിച്ച്, ആരെയാണ്? ഈ കമൻറ്റ് പറഞ്ഞ ആളുകളെ അടുത്ത് വിളിച്ച് അവരോട് ഉപമകൾ വഴി സംസാരിക്കാൻ തുടങ്ങി. സാത്താന് എങ്ങനെയാണ് സാത്താനെ പുറത്താക്കാൻ കഴിയുക? അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കില്ല, അന്തഛിദ്രമുള്ള ഭവനവും നിലനിൽക്കില്ല. ഞാൻ തൊട്ടു മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ജെറോബോവാമിൻ്റെ വലത്ത് കൈ ചുരുങ്ങിപ്പോയതിനെക്കുറിച്ച്. അന്തഛിദ്രമുള്ളൊരു രാജ്യമായിരുന്നത്.
ആ രാജ്യത്തിൻ്റെ ടെറിട്ടറിയിൽ നിന്നാണ് ഈശോ സംസാരിക്കുന്നത്. കഫർനാം ആ ജെറോബോവാമിൻ്റെ ടെറിട്ടറിയുടെ ഭാഗമായിരുന്നു. പോയ കാലത്തിൻ്റെ ഓർമ്മകൾ ഹൃദയത്തിൽ പേറുന്ന ഒരു പഴയ തലമുറയ്ക്ക് അറിയാം. ഇവിടെ ജീവിച്ചിരുന്ന 12 ഗോത്രങ്ങളിലെ 10 ഗോത്രങ്ങൾ നഷ്ടപ്പെട്ടു പോയ ഗോത്രങ്ങളാണ്. എന്തുകൊണ്ടാണ് അവരില്ലാതായത്? ലോസ്റ്റ് ട്രൈബ്സ് ഓഫ് ഇസ്രായേൽ, നഷ്ടപ്പെട്ടു പോയ 10 ഗോത്രങ്ങൾ. അവരുടെ രാജ്യമായിരുന്നു, അവരുടെ നാടായിരുന്നു ഇത്. ഈ കഫർനാം അവരുടെ ടെറിട്ടറിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ ദേശത്ത് ജീവിച്ചിരുന്ന അവർ നാമാവശേഷമായി, തിരോധാനം ചെയ്തു. ഓർമ്മകളിൽ പോലും ഇടമില്ലാത്ത വിധത്തിൽ കാണാമറയത്തേക്ക് അസ്തമിച്ച് മറഞ്ഞുപോയ ആ ജനതയുടെ അനുഭവം കൺമുമ്പിൽ വെച്ചുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എ ഡിവൈഡഡ് കിങ്ഡം വിൽ നെവർ സ്റ്റാൻഡ്. അന്തഛിദ്രമുള്ളൊരു രാജ്യം നിലനിൽക്കില്ല. എന്താ എക്സാമ്പിൾ? നിങ്ങളുടെ ഹിസ്റ്ററി തന്നെ ഇല്ല എക്സാമ്പിൾ. ഇപ്പോൾ കർത്താവ് പറയുകയാണ്, അതുകൊണ്ട് സാത്താനെതിരെ ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഇവിടെ നിന്ന് ഒരു ഐഡിയ നമുക്ക് കിട്ടുന്നത്, പിശാചിന് ഒരു രാജ്യമുണ്ട്, സാത്താനൊരു സാമ്രാജ്യമുണ്ട്. അതിൻ്റെ കൗണ്ടർ പാർട്ടാണ് ദൈവരാജ്യം. അപ്പം ദൈവരാജ്യത്തിൻ്റെ ഓപ്പോസിറ്റായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കിങ്ഡമുണ്ട്. ഇപ്പോൾ ഒരു രാജ്യമാകുമ്പോൾ ആ രാജ്യത്തിന് കൃത്യമായ അധികാര ശ്രേണിയുണ്ട്. പൗലോസ് എഫേസോസ് 6 പറയുന്ന ആധിപത്യങ്ങൾ, അധികാരങ്ങൾ, അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർ, സ്വർഗീയിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ദുരാത്മാക്കൾ എന്നൊക്കെ പറയുന്ന ആ ശ്രേണി, ആ ഹൈറാർക്കി, അത് സാത്താൻ്റെ രാജ്യത്തിനുമുണ്ട്. എന്താ ഇവിടെ മനസ്സിലാവുന്നേ? സാത്താൻ പോലും കൂട്ടത്തിൽ ഭിന്നതയില്ലാത്തവരാണ്. കഥ പറയുന്നതല്ലേ. അതായത് ഒരു കമ്മ്യൂണിറ്റി ഓഫ് ഈവിൾ സ്പിരിറ്റ്സ് തമ്മിൽ ഡിവിഷൻ ഇല്ലെന്ന്, പക്ഷെ മനുഷ്യർക്കിടയിലുണ്ട്. അപ്പോൾ കർത്താവ് പറയാണ്, അന്തഛിദ്രമുള്ള രാജ്യം നിലനിൽക്കില്ല, അന്തഛിദ്രമുള്ള ഭവനവും നിലനിൽക്കില്ല. സാത്താൻ തനിക്ക് തന്നെ എതിരായി തല ഉയർത്തുകയും ഭിന്നിക്കുകയും ചെയ്താൽ അവന് നിലനിൽക്കുക സാധ്യമല്ല. ശക്തനായൊരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച്. ആരാണ് ഈ ശക്തൻ? പിശാചാണ്. പിശാചിനെ കർത്താവ് വിളിക്കുകയാണ് ദ സ്ട്രോങ് മാൻ. ശക്തനാണ്. ശക്തനായ ഒരുവൻ്റെ ഭവനത്തിൽ പ്രവേശിച്ച്, അവൻ്റെ രാജ്യത്തിൽ പ്രവേശിച്ച് അവൻ്റെ വസ്തുക്കൾ കവർച്ച ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ അവനെ ബന്ധിക്കണം. അതിനുശേഷമേ കവർച്ച നടത്താൻ പറ്റൂ. അപ്പോൾ സെയ്റ്റൻ ഈസ് ദ സ്ട്രോങ് മാൻ. ശക്തനായവൻ പിശാചാണ്. പക്ഷേ അവനെ ബന്ധിക്കുന്നവൻ അവനേക്കാൾ ശക്തനാണ്. കർത്താവാണ് ആ സ്ട്രോങ്ങർ മാൻ. കർത്താവാണ് അവനേക്കാൾ ശക്തിയുള്ളവൻ. അപ്പോൾ കർത്താവ് പറയാണ്, ഞാൻ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നത് എന്താണെന്ന് വിശദീകരിക്കുകയാണ്. കർത്താവ് പറയാണ്, ഞാൻ ചെയ്യുന്ന മിനിസ്ട്രി എന്താണ്? ഞാൻ ചെയ്യുന്നത് ഇതാണ്. ഞാൻ സ്ട്രോങ് ആയവനെ ബൈൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് അവൻ്റെ ആധിപത്യത്തിൽ കഴിയുന്നവരെ വിടുവിക്കുകയാണ്. ഇതാണ് ഞാൻ ചെയ്യുന്ന എക്സോർസിസം. ഇതാണ് ഞാൻ ചെയ്യുന്ന പൈശാചിക ബഹിഷ്കരണം. അല്ലാതെ പിശാച് എൻ്റെ മേൽ വന്നിട്ട് ഞാൻ പിശാചിനെ പുറത്താക്കുകയല്ല. പിശാചിനേക്കാൾ ശക്തനായ ദൈവമായ ഞാൻ പിശാചിനെ ബന്ധിച്ച് പിശാചിൻ്റെ ആധിപത്യത്തിൽ കഴിയുന്നവരെ വിമോചിപ്പിക്കുന്ന ശുശ്രൂഷയാണ് എൻ്റെ ദൈവരാജ്യ ശുശ്രൂഷ. ഇത് കർത്താവ് വ്യക്തമാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യമക്കളുടെ എല്ലാ പാപങ്ങളും അവർ പറയുന്ന ദൂഷണങ്ങളും ക്ഷമിക്കപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല. അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവൻ ഇങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞതിനാലാണ്. എന്താണ് സിൻ അഗെയിൻസ്റ്റ് ദ ഹോളി സ്പിരിറ്റ്? പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്താണ്? അത് സഭയുടെ ഔദ്യോഗിക പ്രബോധനം അനുസരിച്ച് രക്ഷ കിട്ടില്ല എന്ന ഒരു ചിന്തയാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം. എനിക്ക് രക്ഷ കിട്ടില്ല, അല്ലെ കുറച്ചുകൂടെ ക്ലിയറായിട്ട് പറഞ്ഞാൽ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ എനിക്ക് ആവശ്യമില്ല എന്ന് പറയുന്നതാണ് പരിശുദ്ധാത്മാവിനെതിരായ പാപം. ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയെ പിശാചിൽ ആരോപിച്ചതാണ്. പരിശുദ്ധാത്മാവ് ചെയ്ത പ്രവൃത്തിയുടെ ഓദർ, ആ പ്രവൃത്തി ചെയ്ത കർത്താവ് പിശാചാണെന്ന് പറയുകയാണ്. അതാണ് ഇവിടെ പരിശുദ്ധാത്മാവിനെതിരായ പാപം. നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോഴും എപ്പോഴും നമുക്ക് അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ഒരു ബ്ലൈൻഡ് ഒപ്പീനിയൻ പറയാതിരിക്കുന്നതാണ് നല്ലത്. ഒത്തിരി കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, മൾട്ടിപ്പിൾ ഡൈവേഴ്സിറ്റി ഓഫ് മിനിസ്ട്രി ഉണ്ട് സഭയിൽ. കാരണം 12 അപ്പസ്തോലന്മാർ 12 തരക്കാരായിരുന്നു. 12 അപ്പസ്തോലന്മാർക്കും 12 ടൈപ്പ് മിനിസ്ട്രികളാണ് ഉണ്ടായിരുന്നത്. 12 പേരിലും പ്രവർത്തിച്ചിരുന്നത് പെന്തക്കോസ്താനത്ത് നമ്മൾ കാണുന്നില്ലേ, ഓരോരുത്തരുടെ മേലും ആ അഗ്നി വരുന്നുണ്ട്. ഒരാളുടെ മേൽ വന്ന അഗ്നിയല്ല വേറൊരാളുടെ മേൽ വരുന്നത്.
അഭിഷേകത്തിന് ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയില്ല. ഒരാളുടെ കൃപയല്ല വേറൊരാളുടെ കൃപ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓരോരുത്തരിലും ദൈവാത്മാവ് വെളിപ്പെടുന്നത് ഓരോ വിധത്തിലാണ്. അപ്പം നമ്മളുമായി അത് യോജിച്ച് പോകുന്നില്ല എന്ന് കരുതി അത് പിശാചാണെന്ന് പറയാൻ പാടില്ല. ദൈവാത്മാവാണിത് ചെയ്യുന്നതെങ്കിൽ നമ്മളത് പിശാചിൽ ആരോപിച്ചാൽ കർത്താവ് പറയാണ് അതൊരു നിത്യ പാപത്തിൻ്റെ ഭാരം നമ്മുടെ മേൽ കൊണ്ടുവരും. അത് നിസ്സാര കാര്യമല്ലത്. പ്രത്യേകിച്ച് നമ്മൾ വിശ്വാസം, ഇപ്പോൾ കത്തോലിക്ക സഭ അംഗമല്ലാത്ത ഒരാളിലൂടെ ദൈവപ്രവൃത്തി നടക്കുന്നു, ഉടനെ അതെല്ലാം പിശാചാന്ന് പറയരുത്. ഏത് വേലിക്കെട്ടിന് പുറത്തും ദൈവത്തിന് പ്രവർത്തിക്കാം. ദൈവത്തെ നമ്മൾ ഒരു ചതുര വടിവിനകത്ത് ഒതുക്കി നിർത്തരുത്. നമ്മൾ വരയ്ക്കുന്ന ഒരു ക്യാൻവാസിനകത്ത് നിൽക്കുന്ന ആളല്ല ദൈവം. ദൈവത്തിന് ആരിലൂടെയും പ്രവർത്തിക്കാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ദൈവിക പ്രവൃത്തികൾ നടക്കുമ്പോൾ അത് നമ്മൾ വരച്ച വരയ്ക്കകത്തല്ലാത്തത് കൊണ്ട് അത് പിശാചാണെന്ന് പറയരുത്. ആ ഒരു ഹൃദയം അടഞ്ഞ അവസ്ഥ ഉണ്ടാവാതെ ഒരു തുറവി ഉണ്ടാവണം എന്നുള്ളൊരു മെസ്സേജ് കൂടി നമുക്കിതിനകത്തുനിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെതിരായി ദൂഷണം പറയുന്നവന് ഒരു കാലത്തും പാപത്തിൽ നിന്ന് മോചനമില്ല, അവൻ നിത്യപാപത്തിന് ഉത്തരവാദിയാകും. അവനിങ്ങനെ പറഞ്ഞത് തനിക്ക് അശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞതിനാലാണ്. വളരെ വളരെ കോൺഫ്ലിക്റ്റിംഗ് ആയ ഒരുപക്ഷെ തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുള്ളൊരു പാസേജാണ് അടുത്തത്. പരിശുദ്ധ അമ്മയെ ഈശോ വളരെ അടപടലം അപമാനിച്ച് വിട്ടതായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? നമ്മൾ ചിന്തിക്കുന്ന അല്ല അതിൻ്റെ അർത്ഥം. നമുക്കത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന്, അപ്പോൾ എന്ത് ഇതെല്ലാം നടക്കുമ്പോൾ ഇവർ പുറത്ത് നിൽക്കുകയാണല്ലോ. അപ്പോൾ അമ്മയും സഹോദരന്മാരും നേരത്തെ സ്വന്തക്കാരെന്നേ പറഞ്ഞോളൂ, അമ്മയുടെ കാര്യം പറഞ്ഞിട്ടില്ലായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പരിശുദ്ധ അമ്മ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്ന ഏക റെഫറൻസാണിത്. ഈ ഒറ്റ റെഫറൻസേ ഉള്ളൂ. മാതാവിനെക്കുറിച്ച് മാർക്കിലുള്ള അവൻ്റെ അമ്മ റെഫറൻസ് ഉണ്ട്, തേർഡ് പാർട്ടി റെഫറൻസ്, പക്ഷെ ഡയറക്റ്റായിട്ട് സീനിലേക്ക് വരുന്ന ഒറ്റ രംഗമുള്ളത് ഇത് മാത്രമേ ഉള്ളൂ. അവിടെയാണെങ്കിൽ ശരിക്കും അപ്പാരൻലി അമ്മ ഇൻസൾട്ട് പെടുന്നോ എന്നൊരു ഒരു ധാരണ നമുക്ക് വരികയും ചെയ്യാം. അപ്പോൾ എന്താണ് ഇതിൻ്റെ അർത്ഥം? ശരിക്കും നമുക്കൊന്ന് വായിച്ചു നോക്കാം. അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്ത് നിന്നുകൊണ്ട് അവനെ വിളിക്കാൻ ആളയച്ചു. നിങ്ങൾ ഈ രംഗം ഇമാജിൻ ചെയ്യണം, വിഷ്വലൈസ് ചെയ്യണം. കർത്താവ് വീടിനകത്തിരിക്കുകയാണ്, വീട്ടിൽ നിറയെ ആളുകളാണ്, ബാൽക്കണിയിലൊക്കെ ആളുണ്ട്, വാതിക്കലൊക്കെ ആളുണ്ട്. പെട്ടെന്ന് അവർക്ക് അങ്ങോട്ട് കയറി ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ആരോടെങ്കിലും ഏതെങ്കിലും ഒരു ശിഷ്യനോട് മാതാവ് പറഞ്ഞിട്ടുണ്ടാവും, മോനെ ഞാൻ ഈശോയുടെ അമ്മയാണ്, മമ്മി വന്നിട്ടുണ്ടെന്ന് ഒന്ന് പറ. ഈ ആൾ ചെന്ന് പറഞ്ഞപ്പോഴേക്കും സ്വാഭാവികമായിട്ടും ശിഷ്യന്മാരെന്തായാലും മാതാവാണെന്ന് പറയുമ്പോൾ പുറത്ത് നിർത്താൻ സാധ്യതയില്ല. വാതിക്കൽ ആളെയൊക്കെ മാറ്റി വാതിക്കൽ കൊണ്ടുവന്ന് കർത്താവിനെ കാണാവുന്ന ഒരു പൊസിഷനിൽ നിർത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഈശോയ്ക്ക് അമ്മയെ കാണാം. അപ്പോൾ ഈ ആൾ വന്നിട്ട് പറയുകയാണ്, ദേ അമ്മ വന്ന് ഇപ്പോൾ ഉണ്ട്, എവിടെ? ദേ അവിടെ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ കർത്താവ് ഉടനെ മുഖം അങ്ങ് ഗൗരവമാക്കി സീരിയസ് ആയി മൈൻഡ് ചെയ്യാതിരുന്നു? ഒന്നുമില്ല. ഞാനിങ്ങനെയാണ് വിചാരിക്കുന്നത്, കർത്താവ് ഇങ്ങനെ കൈ കാണിച്ച് കാണും. ഇത്തിരി നാളായിട്ടുണ്ടോ അമ്മയെ കണ്ടിട്ട്, അമ്മ തന്നെയുള്ളൂ വീട്ടിൽ. അപ്പോൾ കർത്താവ് ഇങ്ങനെ ഗ്രീറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ വന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് അടുത്തിരിക്കുന്നവരൊക്കെ കേട്ടില്ലേ, നിൻ്റെ അമ്മയും സഹോദരന്മാരും അടുത്ത് നിൽക്കുന്നു. ഉടനെ കർത്താവ് പറയാണ്, ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട്. ആരാണ് എൻ്റെ അമ്മ? ആരാണ് എൻ്റെ സഹോദരന്മാർ? ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കുന്നവരാരോ അവരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും സഹോദരിമാരും. നിങ്ങളിപ്പോൾ എൻ്റെ അമ്മയെ, എൻ്റെ അമ്മച്ചിയെ ഈ വാതിക്ക കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഇത്രയും പേര് എൻട്രി ചോദിച്ചിട്ടും അകത്തോട്ട് കയറ്റാതെ ഇരുന്ന നിങ്ങൾ, എൻ്റെ അമ്മ വന്നപ്പം നിങ്ങൾ അകത്തോട്ട് കയറ്റിയില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ അകത്തോട്ട് കയറ്റുന്നത്? ബിക്കോസ് ഷീ ഈസ് മൈ ബയോളജിക്കൽ മദർ. എനിക്ക് ജന്മം തന്ന, എന്നെ പ്രസവിച്ച സ്ത്രീ ആയതുകൊണ്ടാണ്. എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയായതുകൊണ്ടാണ് നിങ്ങൾ വേറെ ആർക്കും കൊടുക്കാത്തൊരു ആനുകൂല്യം കൊടുത്ത് അവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. എന്നാൽ അവൾ എൻ്റെ അമ്മയാവുന്നത് എന്നെ പ്രസവിച്ചത് കൊണ്ടല്ല. എനിക്ക് ഈ ഭൂമിയിൽ അറിയാവുന്ന മനുഷ്യരിൽ ഏറ്റവും പെർഫെക്റ്റായി ദൈവഹിതം അനുസരിച്ച സ്ത്രീ ആയതുകൊണ്ടാണ് അവൾ എൻ്റെ അമ്മയാവുന്നത്. പ്രസവിച്ചത് കൊണ്ടല്ല, ദൈവത്തെ അനുസരിച്ചത് കൊണ്ടാണ് അവൾ എൻ്റെ അമ്മയാവുന്നത്. അതുകൊണ്ട് അവളെ നിങ്ങൾ മാനിക്കേണ്ടത് എനിക്ക് ജന്മം തന്നതുകൊണ്ടല്ല, മറിച്ച് എൻ്റെ വാക്ക് പൂർണ്ണമായും അനുസരിച്ച ഈ പ്രപഞ്ചത്തിലെ ഒരുപക്ഷെ ആദ്യത്തെ വ്യക്തി ആയതുകൊണ്ടാണ്.
എന്നിട്ട് ഈശോ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈശോ തന്നെ ചെന്ന് അമ്മച്ചിയെ വിളിച്ചുകൊണ്ട് വന്ന് ഇവിടെ ചേർത്ത് നിർത്തി പറഞ്ഞിട്ടുണ്ടാവും, ഇവളെൻ്റെ അമ്മയായിരിക്കുന്നത് പ്രസവിച്ചതുകൊണ്ടല്ല, മറിച്ച് എൻ്റെ അപ്പൻ്റെ ഹിതം അനുസരിച്ചതുകൊണ്ടാണ്. എന്നിട്ട് കർത്താവ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾക്കറിയുമോ, ഒരു ഉത്തരവും കിട്ടാത്തൊരു സമയത്ത് സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ വന്നിട്ട് ഒരു കുഞ്ഞ് ജനിക്കുമെന്നും ആ കുഞ്ഞ് അത്യുന്നതൻ്റെ പുത്രനാണെന്നും നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാവുമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ 1000 സംശയങ്ങളുടെ സാധ്യത ഒരു മനുഷ്യൻ്റെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്നൊരു സാഹചര്യത്തിൽ ഒരു ചോദ്യം പോലും ചോദിക്കാതെ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് എല്ലാ വചനവും അനുസരിച്ച, കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച ആ ഭാഗ്യമാണ് എൻ്റെ അമ്മയുടെ ഭാഗ്യം. എന്നെ പ്രസവിച്ചതല്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? കർത്താവ് തൻ്റെ കുടുംബ ബന്ധത്തെ മറ്റൊരു ലെവലിലേക്ക് ഉയർത്തുകയാണ്. അല്ലാതെ മാതാവിനെ ഇൻസൾട്ട് ചെയ്തതല്ല, മറിച്ച് മാതാവിൻ്റെ സ്ഥാനം മറ്റൊരർത്ഥത്തിലാണ് വലുതായിരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. മനസ്സിലായോ ഇത്? അല്ലാതെ മാതാവിനെ ശരിക്കും അല്ലാതെ ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ, ഇറങ്ങിപ്പോടാ അങ്ങനെ പറഞ്ഞല്ലത്. മനസ്സിലായില്ലേ? അങ്ങനെയാണ് പ്രൊട്ടസ്റ്റൻ്റ് സഹോദരങ്ങൾ അതിനെ വ്യാഖ്യാനിച്ച് മാതാവിനെ തള്ളിക്കളയാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ട് ഇത് മാറ്റുന്നത്. അപ്പോൾ കർത്താവ് പറയാണ്, ദൈവത്തെ അനുസരിച്ചു എന്ന പേരിലാണ് ഇവള് നിങ്ങൾ അകത്തോട്ട്. എന്നിട്ട് നാച്ചുറലി ഞാൻ പൂർണ്ണമായിട്ട് എനിക്ക് വിശ്വാസമുണ്ട്, കർത്താവ് അങ്ങോട്ട് ചെന്നിട്ട് അമ്മയെ വിളിച്ചുകൊണ്ട് വന്ന്, അമ്മയെ ഒത്തിരി നേരം വെയിറ്റ് ചെയ്തത്, അമ്മ ഭക്ഷണം വല്ലതും കഴിച്ചോ, എന്തെങ്കിലും തീർച്ചയായിട്ടും കർത്താവ് അത്ര ഇൻഹ്യൂമൻ ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ലോകത്തുള്ള സകല മനുഷ്യരോട് സ്നേഹം കാണിക്കുന്ന കർത്താവ് അമ്മ വരുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി നിൽക്കാൻ ഗെറ്റൗട്ട് അടിക്കും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പോൾ അതുകൊണ്ട് തെറ്റായ വ്യാഖ്യാനമാണ് ആ തരത്തിൽ പറയുന്നത്. ഇവിടെ ജീസസ് ഈസ് റൈസിങ് ഹിസ് ഫാമിലി ബോണ്ട് ടു എ ന്യൂ ലെവൽ. അപ്പോൾ ആ അർത്ഥത്തിൽ നമ്മളെല്ലാം കർത്താവിൻ്റെ സഹോദരങ്ങളായിട്ട് മാറുകയാണ്. നമ്മൾ ഓരോ ദിവസവും ദൈവഹിത അനുസരിക്കാൻ നമ്മളെ കൊണ്ട് നമ്മുടെ ഈ പരാധീനത ജീവിതത്തെ കുറച്ച് ഇങ്ങനെ സമർപ്പിച്ച് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അവൻ്റെ ഇൻറ്റിമേറ്റ് ക്ലോസ് സർക്കിളിലേക്ക് മാറുകയാണ്. വേറൊരു കാര്യം കർത്താവ് പറയുകയാണ്, ഐ ലെറ്റ് ഹെർ ഇൻ നോട്ട് ബിക്കോസ് ഷീ ഈസ് മൈ ബയോളജിക്കൽ മദർ ബട്ട് ഷീ പെർഫെക്റ്റ്ലി ഒബൈഡ് ദ വിൽ ആൻഡ് ദ വേർഡ് ഓഫ് ദ ഗോഡ് ഓൾമൈറ്റി. ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ ഹിതവും പൂർണ്ണമായി അനുസരിച്ച ഒരു സ്ത്രീ ആയതുകൊണ്ടാണ് അവളെ നിങ്ങൾ മാനിക്കേണ്ടത്. അതല്ലേ പറയുന്നത് എലിസബത്ത്? കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. അവൾ ബ്ലെസ്സഡ് ആയിരിക്കുന്നത് അവൾ ഈ പുത്രനെ പ്രസവിച്ചുകൊണ്ട് മാത്രമല്ല, മറിച്ച് കർത്താവ് അരുളി ചെയ്തത് അനുസരിച്ചത് കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഈ ചിന്തിച്ച ഒരു ഭാഗത്തിൻ്റെ തീം ഇതാണ്: കർത്താവ് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യപ്പെടുകയാണ്, തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടത് നല്ല വൈരാഗ്യമായ ആളുകൾക്ക് ഇവനെക്കുറിച്ച് തെറ്റായ ധാരണ ആളുകളുടെ മനസ്സിൽ വരാൻ തുടങ്ങി. അപ്പോൾ ഓരോ ചാപ്റ്റർ നമ്മൾ മുന്നോട്ട് പോകും തോറും കർത്താവ് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ മർക്കോസിൻ്റെ സുവിശേഷം ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നു, ഇതൊരു ബസ്സാണെന്ന് സങ്കല്പിച്ചാൽ വളരെ വേഗത്തിലോടി അവസാനം എത്തുമ്പോൾ ഭയങ്കരമായിട്ട് സ്ലോ ഡൗൺ ചെയ്യുന്നൊരു ബസ്സാണിത്. ഈ ബസ് തിരുവനന്തപുരത്തു നിന്ന് യാത്ര തിരിക്കുമ്പോൾ എറണാകുളത്തേക്കാണ് പോകുന്നതെങ്കിൽ ഏതാണ്ടൊരു ചേർത്തല വരെ ഈ ബസ് ഭയങ്കര സ്പീഡിലാണ് ഓടുന്നത്. അതിനുശേഷം പിന്നീട് ഈ ബസ്സിൻ്റെ സ്പീഡ് കുറയാൻ തുടങ്ങും. കുറഞ്ഞ് വന്ന് പിന്നീട് എന്ത് ചെയ്തു? വർഷങ്ങളാണ് ആദ്യം വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ 10-30 വർഷത്തെ ജീവിതത്തെ 1-2 വാക്യങ്ങൾ കൊണ്ട് പറഞ്ഞു. പിന്നീട് ഇങ്ങനെ വർഷങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ മാസങ്ങൾ, പിന്നെ ദിവസങ്ങൾ, അവസാന അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ഈശോയുടെ പീഡാനുഭവം മരണം വരുമ്പോൾ മണിക്കൂറുകൾ, മിനിറ്റുകൾ മർക്കോസ് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈശോയുടെ പീഡാനുഭവ വാരത്തിന് ആ പീഡാനുഭവ ആഴ്ചയിൽ നടന്ന സംഭവങ്ങൾക്ക് എഴുതിയ ഒരു ഇൻട്രഡക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ ഒരു 10 അധ്യായങ്ങൾ. അത് ശരിക്കും ഒരു ഇൻട്രഡക്ഷൻ പോലെ എഴുതിയതാണ്. മർക്കോസ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈശോയുടെ പീഡാനുഭവമാണ്. അപ്പോൾ അതിലേക്ക് കർത്താവ് അടുത്ത് വരികയാണ്. അതാണ് 3-ാം അധ്യായം തീരുമ്പോൾ നമുക്ക് മനസ്സിലാവും കർത്താവ് ഏതാണ്ട് മരണത്തിനായിട്ട് ഉള്ള എല്ലാ വഴികളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം ഞങ്ങളുടെ മേലയക്കണമേ. വചനം കൂടുതൽ ആഴമായി ഗ്രഹിക്കാൻ ഞങ്ങളെ വീണ്ടും സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, മാതാവേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൃപ നിറഞ്ഞ മറിയമേ, സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹാ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.